ശ്രീധരനുണ്ട് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം. ശ്രീധര, ഇന്നലെ നമ്മൾ റെയിൽവേയുടെ വളരെ സന്തോഷകരമായ ഒരു കാര്യം പറഞ്ഞാണ്, ഒരു കോച്ച് അടിപൊളി ഒരു റെസ്റ്റോറൻ്റായി മാറിയ കഥ. ഇവിടെ ഒരു മാലിന്യ കൂമ്പാരമാണ് ഒരു കോച്ച് എന്ന് പറയാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാർ അല്ലെങ്കിൽ ഉത്തരവാദികൾ അതിൽ യാത്ര ചെയ്യുന്നവർ തന്നെയാണ്. ഇത് കേരളത്തിലടക്കമുള്ള ട്രെയിനുകളിൽ ഇത് കാണുന്നതാണ്. ഇതെങ്ങനെ നമ്മൾ നന്നാക്കും അല്ലേ? ഈ പൗരബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. നമുക്ക് ട്രെയിനിൽ നമ്മളിപ്പോൾ കാണാം, പ്രത്യേകിച്ച് ദീർഘദൂര ട്രെയിനിലൊക്കെ ഇങ്ങനെ ഈ വേസ്റ്റ്, അതായത് ഭക്ഷണം കഴിച്ച ശേഷം വരുന്ന കവറുകൾ, മറ്റു സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ട്രെയിനിൻ്റെ ആ തറയിൽ നമ്മുടെ സീറ്റിൻ്റെ അടുത്തൊക്കെ വലിച്ചു വാരി എറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും പല ആളുകൾ ഇതിനെ എതിർത്ത് അതുകൊണ്ട് ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പറഞ്ഞാൽ പോലും എന്തോ നമ്മൾ മഹാപരാധം ചെയ്ത പോലെ ഒക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ നോക്കൂ, എത്ര വേസ്റ്റാണ് ആ ബോഗിക്കുള്ളിൽ നിന്ന് ആ സ്വീപ്പർ തൂപ്പുകാരൻ ഇപ്പോൾ അടിച്ചു വാരി കൊണ്ടുവരുന്നത്. ഇതൊക്കെ കൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉള്ള മറ്റേ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാൻ എത്ര വലിയ പ്രശ്നമുള്ള ആളുകളൊന്നും അല്ല, അത്ര കാലിനോ കൈയിനോ സ്വാധീനമില്ലാത്ത ആളുകളൊന്നല്ല ഈ യാത്ര ചെയ്യുന്നത്. പക്ഷേ അവർക്ക് അതിനുള്ള ഒരു മനസ്ഥിതി ഇല്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ട്വിറ്ററിൽ ഒരു ഉപഭോക്താവാണ് ഇങ്ങനെയുള്ള ഒരു ദൃശ്യങ്ങൾ ഇട്ടത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട്, പ്രത്യേകിച്ച് റെയിൽവേയെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ ഈ ശുചീകരണ ജോലിക്കാരെ പുകഴ്ത്തിക്കൊണ്ടുമൊക്കെ ഒരുപാട് പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും പോലും നമ്മളാണ് നമ്മുടെ പരിസരം വൃത്തിയാക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് വന്നാൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വന്ദേ ഭാരത് കേരളത്തിൽ വന്നപ്പോൾ, ഈ യാത്ര കഴിഞ്ഞ് അവസാനം ആ മട്ടിലേക്ക് വരുമ്പോൾ, ആദ്യ യാത്ര കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൽ നിറച്ച് ഇതേപോലെ വേസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ അതിൻ്റെ ചുവരുകളിലൊക്കെ പേരെഴുതുന്ന കോറി വരയ്ക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നൊക്കെ ഓർക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഡെവലപ്ഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ വികസിക്കാൻ വേണ്ടി നവീകരണത്തിൻ്റെ പാതയിൽ കുതിച്ചു പായുന്നു റെയിൽവേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയാലല്ലേ, എത്ര AC ട്രെയിൻ ഉണ്ടാക്കിയാലും AC ബസ് ഉണ്ടാക്കിയാലും അതിൽ കയറുന്നവർ മര്യാദ, സാമാന്യ മര്യാദ എന്നൊരു സാധനം പാലിക്കാതെ ഒന്നും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ റെയിൽവേ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ അല്ല, നമ്മളാണ് നന്നാവേണ്ടത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഈ കാഴ്ചകളൊക്കെ കാണിക്കേണ്ടി വരുന്നത്. ശരി ശ്രീധര.